മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ, ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും, ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിച്ച് ജീവിക്കുവാനും, മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയും ബലവും സർവോപരി പ്രതീക്ഷയും ഏതൊന്നാണോ ഇസ്ലാം നിർണയിച്ചത് അതിലായിരുന്നു ഒരു മാസക്കാലം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും സന്തോഷപൂർവം സ്വീകരിച്ചത് അതേ രൂപത്തിൽ തന്നെയാണ്, അഥവാ പ്രാർത്ഥന. ഏത് പ്രതികൂല കാലാവസ്ഥയും അതിശക്തമായ പ്രതിസന്ധികളും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളത് നിസ്സാരമായ രൂപത്തിലാണ് കാണുക. അത്തരം ഒരു ജീവിത നിലവാരത്തിലേക്കും കാഴ്ചപ്പാടിലേക്കും നയിച്ചത് ഖുർആൻ പഠിപ്പിച്ചെടുത്ത, നിത്യേന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ പ്രാർത്ഥനയാണ്. റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈത വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഞങ്ങളുടെ നാഥ, നീ ആരെയാണോ നരകത്തിൽ പ്രവേശിപ്പിക്കുക, തീർച്ചയായിട്ടും ആ മനുഷ്യനെ നീ നിസ്സാരനാക്കി കളഞ്ഞു. വമാ ലിൽസാലിമീന മിൻ അൻസാർ. അക്രമകാരികൾക്ക് മഹ്ശറയിൽ യാതൊരുവിധ സഹായവും ലഭ്യമല്ല. റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്നാ റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അല്ലാഹുവേ, ഈമാനിലേക്ക് വിളിക്കുന്ന ക്ഷണം ഞങ്ങൾ കേൾക്കുകയുണ്ടായി. അഥവാ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് മനുഷ്യരെ വിളിക്കുന്ന ക്ഷണം ഞങ്ങൾ കേട്ടു. അത് ഖുർആനിലൂടെയാണ്. മറ്റെല്ലാ അമ്പിയാക്കന്മാർക്കും അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകൾ ഓരോന്നും അവരുടെ കാലശേഷം അവരോടൊപ്പം തന്നെ അത് മായ്ഞ്ഞുപോയി. പിന്നെ അത് അവശേഷിച്ചില്ല ഈ ലോകത്ത്. ഈസാ നബി അലൈഹിസ്സലാമിന് കൊടുത്ത ചില മുഅ്ജിസത്തുകൾ ഉണ്ടായിരുന്നു. അത് വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തിയതും കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകിയതും അങ്ങനെ പലതും. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ മുഅ്ജിസത്ത് ലോകത്ത് നിന്ന് ഇല്ലാതായി. സാലിഹ് അലൈഹിസ്സലാമിൻ്റെ ഒട്ടകം മറ്റൊരു മുഅ്ജിസത്തായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കാലശേഷം അതും ഇല്ലാതായി തീർന്നു. മൂസാ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ രണ്ട് വലിയ മുഅ്ജിസത്തുകൾ, ഒന്ന് അദ്ദേഹത്തിൻ്റെ വടിയും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ കയ്യുമാണ്. അതും അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇല്ലാതായി. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് ഖുർആനാണ്. അത് നബിയുടെ കാലശേഷം ആ ഖുർആൻ തേയുകയോ മായുകയോ പ്രഭ മങ്ങുകയോ ഇല്ലാതാവുകയോ ചെയ്തില്ല. അത് ഇപ്പോഴും അത് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ കേൾക്കുന്നത് ഖുർആനിൽ നിന്നാണ്. നബിയെ അല്ല ഇപ്പൊ ഞങ്ങൾ കേൾക്കുന്നത്, ഖുർആനിനെയാണ്.
ഇന്നനാ സമീഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, ഈമാനിലേക്ക് വിളിക്കുന്ന ഒരു വിളി ഞങ്ങൾ കേൾക്കുകയുണ്ടായി. അൻ ആമിനു ബിറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിങ്ങൾ വിശ്വസിക്കുക. ഫാമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ എല്ലാ കുറവുകളും ദോഷങ്ങളും പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരയണമേ. വകഫിർ അന്നാ സയ്യിആത്തിന, ഞങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും നീ മായ്ച്ചു കളയണം. വതവഫനാ മഅൽ അബ്റാർ, നല്ല പുണ്യരായ ആളുകളോടൊപ്പം ഞങ്ങളെയും നീ മരിപ്പിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. റബ്ബനാ വഅതിനാ മാ വഅദ്തനാ അലാ റുസുലിക്, ഞങ്ങളുടെ നാഥ, നീ നിന്റെ മുർസലീങ്ങളിലൂടെ നൽകിയ കരാറ് നീ പൂർത്തിയാക്കി തരണം. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ ചെറുതാക്കി മാറ്റരുത്, നിന്ദ്യരാക്കരുത്. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, നീ കരാറുകൾ മാറ്റുന്നവനോ ലംഘിക്കുന്നവനോ വ്യത്യാസപ്പെടുത്തുന്നവനോ അല്ല. സൂറ ആലി ഇമ്രാനിലെ ആദ്യത്തെ 3-4 ആയത്തുകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇതിനൊരു മറുപടിയുണ്ട്. ആ മറുപടി അതേ സൂറയിൽ തന്നെയാണ്. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ ബഅ്ളുകും മിൻ ബഅ്ള് ഫസ്തജാബ ലഹും റബ്ബുഹും, അവരുടെ റബ്ബ് ഈ വിളിക്ക്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉളീഉ അമല ആമിലിൻ, ഒരമലിൻ്റെയും ഒരമല് ചെയ്യുന്നവൻ്റെയും പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല. മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ, അത് പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും. ബഅ്ളുക്കും മിൻ ബഅ്ള്, നിങ്ങൾ പരസ്പരം ചേർന്നവരും അന്യോന്യം ഒന്നിച്ചു നിൽക്കുന്നവരും ആകയാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ അള്ളാഹു നിങ്ങളിൽ ആരുടെയും ഒരു പ്രവർത്തന ഫലവും പാഴാക്കി കളയുകയില്ല. ഫല്ലദീന ഹാജറു, ഹിജ്റ പോയവർ, വഉഖ്രിജൂ മിൻ ദിയാരി, അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നവർ, പുറത്താക്കപ്പെട്ടവർ. വഊദൂ ഫീ സബീലി, എൻ്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ സഹിച്ചവർ. ലോകത്തിൻ്റെ ഓരോ കോണിലേക്ക് നിങ്ങൾ നോക്കുക, ഈ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ സ്വസ്ഥത സമാധാനം എന്നൊന്ന് അനുഭവിക്കാൻ കഴിയാതെ എരിപൊരി കൊള്ളുന്ന മനസ്സുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട വിശ്വാസികൾ, അവർ ഹിജ്റ പോയവരുണ്ട്, നാട് വിട്ടുപോയവർ, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുണ്ട്. അവർക്ക് പിന്നെ വീടുകളൊന്നുമില്ല. താഴ്വരകളിലോ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ ഇടയിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. വഊദൂ ഫീ സബീലി, എൻ്റെ മാർഗത്തിൽ അക്രമങ്ങൾ നേരിട്ടവർ, പ്രയാസങ്ങൾ ഏറ്റെടുത്തവർ, വിഷമതകൾ സഹിച്ചവർ. വഖാതലു വഖുത്തിലു, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടുകയുണ്ടായി, അവരും വധിക്കപ്പെട്ടു. ലൗ കഫിറന്ന അൻഹും സയ്യിആത്തി, തീർച്ചയായും നാം അവർക്ക് അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. വല ഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ഇവിടത്തെ ഈ തിക്താനുഭവ ജീവിതത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകുന്നു, സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുന്നു. അവിടെ അവർക്ക് ചുറ്റും, ആ സ്വർഗത്തിന് ചുറ്റും അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സവാബൻ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം. വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ്,
അള്ളാഹു അവൻ്റെ അടുക്കലാണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്. കഴിഞ്ഞ ഒരു മാസം നമ്മൾ കേട്ടതും കണ്ടതും അറിഞ്ഞതുമായ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന വെയിലിൻ്റെ അസഹ്യമായ അവസ്ഥയാണിപ്പോൾ ഉള്ളത്. അത് പ്രത്യേകിച്ച് മണലാരണ്യ പ്രദേശങ്ങളും വലിയ കുന്നുകളും പർവ്വതങ്ങളും നിറഞ്ഞ ഭൂപ്രദേശങ്ങൾ, അവിടെ നിന്നെല്ലാം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, ആബാലവൃദ്ധം ജനങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണവർ ഭവന ബഹിഷ്കൃതരായത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അവർ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അവർ രക്തസാക്ഷിത്വം വരിച്ചത്. അത്തരം ആളുകൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്തു, എല്ലാം നിങ്ങൾക്ക് പുറത്തു തരുന്നു. ഇതവരാവശ്യപ്പെട്ട ആദ്യത്തെ പ്രാർത്ഥനയാണ്. അതിൻ്റെ ഉത്തരമാണ് ഖുർആൻ രണ്ടാമത് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ്, അള്ളാഹു അവൻ്റെ അടുക്കലാണ് ഏറ്റവും നല്ല പ്രതിഫലമുള്ളത്. ഇതൊരു വല്ലാത്ത വിശ്വാസം. ഈമാനിൻ്റെ ശക്തി കൊണ്ട് ഖുർആനിലൂടെ അള്ളാഹുവിനെ കേട്ടവർ, ഖുർആനിൻ്റെ വാക്കുകളിലൂടെ നബിയുടെ വിളികൾ കേട്ടവർ, ഇസ്ലാമിൻ്റെ ആവശ്യം പറഞ്ഞത് കേട്ടവരും അംഗീകരിച്ചവരും, അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പുണ്യകരമായ അവസ്ഥയാണ് ഈ ആയത്തുകളിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയത്. ലാ യഗുറന്നക തഖല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാദ്, നീ സംശയത്തിലകപ്പെടണ്ട, നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തണ്ട. ലോകം മുഴുവനും അതിൻ്റെ നെറ്റ്വർക്ക് അങ്ങനെയാണ്. മുഴുവൻ വാർത്തകളും 99% ഇല്ലാത്തതാണ്. അത് കേട്ടിട്ട് നീ നിന്റെ മനസ്സ് ദുഃഖത്തിലാഴ്ത്തുകയോ നീ നിരാശനാവുകയോ മടി പിടിക്കുകയോ ചെയ്യേണ്ടതില്ല. ലാ തഗുറന്നക ലാ യഗുറന്നക തഖല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാദ്, ഭൂമിയിൽ ഓരോ രാജ്യങ്ങളിലും സത്യനിഷേധികൾ അവർ ചുറ്റിക്കറങ്ങുന്നതും ആധിപത്യം സ്ഥാപിക്കുന്നതും നിന്റെ മനസ്സിൽ വിഷമം ജനിപ്പിക്കേണ്ടതില്ല. മത്താഉൻ ഖലീൽ, വളരെ കുറഞ്ഞ ഒരു വിഭവമാണിത്. സുമ്മ മഅ്വാഹും ജഹന്നം, പിന്നീട് അവരുടെ വാസസ്ഥലം സ്വർഗമാണ്, നരകമാണ്. സുമ്മ മഅ്വാഹും ജഹന്നം, പിന്നീട് അവർ വന്ന് ചേരുന്ന സ്ഥലം ജഹന്നമാണ്. വബിഅ്സൽ മിഹാദ്, അത് ഏറ്റവും മോശമായ പാർപ്പിടമാകുന്നു. ഇതാണ് ഖുർആൻ നമ്മെ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്തരമായി നമ്മെ ബോധ്യപ്പെടുത്തിയത്. ആദ്യം നമ്മൾ ആവശ്യപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട് നാം രണാങ്കണത്തിലായിരുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അത് പല വഴിയിലാണ്. ആ വഴിയിൽ പ്രവേശിച്ചവർക്ക് അള്ളാഹു ഒരുക്കി വച്ച പ്രതിഫലമാണ് പിന്നീട് ഉണർത്തിയത്. അതെല്ലാം വളരെ വലുതാണ്. നന്ന ചുരുങ്ങിയത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ അത് പോന്നു. പാപമോചനത്തിനത് കാരണമായി. എല്ലാ ദോഷങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മാപ്പ് നൽകി. എല്ലാ തിന്മകളും അവൻ പൊറുത്ത് മാപ്പാക്കി തന്നു. സ്വർഗം ഉറപ്പാക്കുകയും നരകം നിരോധിക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. അള്ളാഹു അത്രയും വലിയ ഔദാര്യമാണ് ചെയ്തത്. ജീവിതത്തിൽ കടുത്ത പരീക്ഷണം, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിലോമകരമായ അവസ്ഥാന്തരങ്ങൾ, അങ്ങനെയെല്ലാം നമ്മൾ നേടുകയാണ്, അല്ലെങ്കിൽ നേരിടുകയാണ്. അതിനുള്ള ഈമാനികമായ കൽപ്പ് ഈ ദുആയിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.